നമസ്കാരം. നേര്യമംഗലത്ത് നാഷണൽ ഹൈവേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അപകടകരമായി നിൽക്കുന്ന ബിൽഡിംഗുകൾ പൊളിച്ച സംഭവത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങി ദേശീയ പ്രകൃതി പരിസ്ഥിതി പഠന കേന്ദ്രം. സമീപവാസികൾ കളക്ടറുടെ അടുത്ത് പരാതി നൽകിയപ്പോൾ അപകടകരമായി നിൽക്കുന്ന ഈ ബിൽഡിംഗുകൾ ഉടൻ പൊളിച്ചു നീക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ഇതിന് സ്വാർത്ഥ താൽപര്യക്കാരായ ചിലർ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഈ നടപടിയെ മരവിപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടികൾ നഷ്ടപരിഹാരം നൽകിയ ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഈ സ്ഥലവും മറ്റും ഏറ്റെടുത്തത്. പാതി പൊളിച്ച ഈ ബിൽഡിംഗുകളുടെ സമീപത്തായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളാണ് ഉള്ളത്. ബലക്ഷയം സംഭവിച്ച ബിൽഡിംഗുകളുടെ കീഴിൽ ജീവൻ പണയം വെച്ചാണ് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായി ജനങ്ങളോടൊപ്പം ഏതറ്റം വരെ പോകുവാൻ തയ്യാറാണെന്നും ഉദ്യോഗസ്ഥരുടെ ഈ നടപടി ഒരിക്കലും ന്യായീകരിക്കാനാവാത്തതാണെന്നും ദേശീയ പ്രകൃതി പരിസ്ഥിതി പഠന കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് വാഴക്കുളം ഫാസി അറിയിച്ചു. നേര്യമംഗലം TV ജംഗ്ഷനിൽ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ ഭാഗികമായി മാത്രം പൊളിച്ച് നീക്കിക്കൊണ്ട് കെട്ടിടങ്ങൾ വീണ്ടും നിലനിർത്തുവാൻ വേണ്ടി നാഷണൽ ഹൈവേ അധികൃതർ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് കെട്ടിട ഉടമകൾക്ക്. പൂർണ്ണമായും പണം നൽകിയ കെട്ടിടങ്ങൾ ആണ് ഭൂരിഭാഗവും. ഈ പൂർണ്ണമായും പണം നൽകി പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ വൻ ലോബികളുടെ സ്വാധീനത്താൽ നാഷണൽ ഹൈവേ അധികൃതർ അത് പൊളിച്ചു മാറ്റാതെ വീണ്ടും അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇതിനെതിരെ പ്രദേശവാസികൾ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഒരു ദുരന്തമുണ്ടാകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ നാഷണൽ ഹൈവേ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവും നടപ്പിലാക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കുറ്റകരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന പഞ്ചായത്ത് റോഡിലേക്കാണ് ഈ പാതി പൊളിച്ച കെട്ടിടങ്ങളിൽ നിന്നും കട്ടകളും മറ്റ് അവശിഷ്ടങ്ങളും വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കാട്ടാനയുടെ അക്രമത്തിൽ ഭയന്ന് കഴിയുന്ന നേര്യമംഗലം പ്രദേശവാസികൾക്കിപ്പോൾ നാഷണൽ ഹൈവേ എന്ന വെള്ളാനയെ ഭയന്ന് ജീവിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്നത ലോബികളെ സഹായിക്കാൻ നാഷണൽ ഹൈവേ അധികാരികൾ നടത്തുന്ന ഈ നിയമലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ദേശീയ പ്രകൃതി പരിസ്ഥിതി പഠന കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികൾ നടത്തിവരുന്ന എല്ലാവിധ പ്രക്ഷോഭങ്ങൾക്കും പിന്തുണ നൽകുവാനും ദേശീയ പ്രകൃതി പരിസ്ഥിതി പഠന കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുക.